നമുക്കിതാ ഇതുപോലെ ഒരു പേപ്പർ പന്തുണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു സമചതുര പേപ്പർ കോണോട് കോണ് മടക്കുക. കോണോട് കോണ് മടക്കുക. പിന്നെ തിരിച്ചു വെച്ച് താഴത്തേക്ക് തിരിച്ചും മടക്കുക. മടക്കിയതിന് ശേഷം നമ്മളിങ്ങനെ വെച്ചിട്ട് ഈ ചതുരത്തിനെ നമ്മൾ ത്രികോണം ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് വെച്ചാൽ മതി. അപ്പം അത് ഒരു ത്രികോണമായിട്ട് കിട്ടും നമുക്ക്. അതുപോലെ ഈ ഭാഗവും നമുക്കിങ്ങനെ ഒരു ത്രികോണമാക്കി മാറ്റാം. ത്രികോണത്തിൻ്റെ മുകളിൽ ത്രികോണം അതൊന്നുകൂടി കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ വെച്ചിട്ട് ഇതിനെ ഇങ്ങോട്ട് പിടിച്ചാൽ ഇവിടെ ഈ ത്രികോണം കിട്ടി. അതുപോലെ തിരിച്ച് വെച്ചിട്ട് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഒരു ത്രികോണത്തിൻ്റെ മീതെ മറ്റൊരു ത്രികോണം കിട്ടും. ഇനി ഈ തുറന്ന ഭാഗം ഈ ഭാഗം ഇവിടെ വയ്ക്കുക. അതുപോലെ മറ്റേ ഭാഗത്ത് വയ്ക്കുക. സൈഡ് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇതാ ഈ ഭാഗത്ത് പൂർത്ത ഭാഗം അങ്ങനെ 4 ഭാഗവും നമ്മൾ വെക്കണം. നമ്മൾ 4 ഭാഗവും അങ്ങനെ വെച്ചു. ഇത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചിറകുണ്ട്. ആ ചിറക് ഇങ്ങോട്ടൊന്ന് മടക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. വെച്ച് നേരെ അമർത്തി പിടിക്കും. അതുപോലെ ഇവിടെയും ചെയ്യാം. ഇവിടെ ഒന്ന് മടക്കുക. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് മടക്കുക. എന്നിട്ട് ഇവിടുത്തെ ആ പോക്കറ്റിൻ്റെ ഉള്ളിൽ അതേപോലെ മറ്റേ സൈഡിലും ചെയ്യും. 4 സൈഡും അങ്ങനെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു ദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ കൂടി ഒന്ന് ഊതി നോക്കൂ. ഊതിയാലേ അതിങ്ങനെ പൊന്തി വരും. അപ്പം നമ്മുടെ പന്ത് റെഡിയായി. വലിയ പേപ്പർ എടുത്ത് വലിയ പന്തുകൾ എടുക്കാം. ഇതിന് പന്തെന്നോ ബലൂണെന്നോ എന്ത് വേണമെങ്കിൽ പറയാം. ഓക്കെ, എല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.